نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اتقوا الله عباد الله സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും എന്നോടെന്ന പോലെ ഓരോരുത്തരോടും അതീവ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു ഈദുൽ അദ്ഹയ്ക്ക് സാക്ഷികളാകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീക്കിനെ പ്രദാനം ചെയ്തിരിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഈദിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും. ഈദുൽ അദ്ഹ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ത്യാഗോജ്ജലമായ ചരിത്രമാണ്. പരീക്ഷണങ്ങളുടെ തീച്ചുളയിലൂടെയായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ കരുത്ത് എന്നുള്ളത് പ്രാർത്ഥനയായിരുന്നു, പടച്ച റബ്ബിനോട് മാത്രമുള്ള പ്രാർത്ഥന. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരമേൽപ്പിച്ചത് നൂലിലായിരുന്നില്ല, ഏലസിലായിരുന്നില്ല, ഐക്കലിലായിരുന്നില്ല, മക്ബറകളിലായിരുന്നില്ല, മഹാരഥന്മാരിലായിരുന്നില്ല. മറിച്ച് പടച്ചിറപ്പിൽ മാത്രമാണ് മഹാനായ പ്രവാചകൻ വരമേൽപ്പിച്ചത്. അതുകൊണ്ട് ആ തവക്കുൽ നമ്മുടെ ജീവിതത്തിലുണ്ടോ എങ്കിൽ ഒരു മുസ്ലിമിന് വിജയിക്കാമെന്നുള്ള സന്ദേശമാണ് ഈദുൽ അദ്ഹ നമുക്ക് പകർന്നു നൽകുന്നത്. ചില ആളുകളോട് ചോദിച്ചാൽ, എന്തേ നിങ്ങൾ ജാറത്തിൽ പോകുന്നത്, മക്ബറകളിലേക്ക് കടന്നു പോകുന്നത്, ശിർക്കിന്റെ കോട്ടകളിലേക്ക് കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഐക്കല്ലുകളും മേലസ്സുകളും ശരീരത്തിൽ ബന്ധിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ കന്നിമൂല നോക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ശകുനം നോക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് വീടിന്റെ ഉമ്മറത്ത് പലതും കെട്ടിത്തൂക്കുന്നത്? അതൊക്കെ ശിർക്കല്ലേ? വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ. അത് നരകത്തിലേക്ക് ആത്യന്തികമായി മനുഷ്യരെ പതിപ്പിക്കുന്ന വലിയ തിന്മയല്ലേ? അത് നിർത്തിക്കൂടെ? നരകം നേടിത്തരുന്നതല്ലേ എന്ന് ചോദിച്ചാൽ പലരും പറയുന്ന ഒരു മറുപടിയുണ്ട്, വീട്ടുകാർ അങ്ങനെയായിപ്പോയി, എന്റെ കുടുംബക്കാർ അങ്ങനെയായിപ്പോയി, എന്റെ നാട്ടുകാർ എനിക്കെതിരായി പോകും എന്നൊക്കെ മറുപടി പറയുന്ന ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്മൾ പഠിക്കേണ്ടത്. വീട്ടുകാരെതിരാണ് ഇബ്രാഹിം നബിക്ക്, നാട്ടുകാരെതിരാണ്, സമൂഹമെതിരാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ സ്വന്തം പിതാവ് പോലും എതിരായി നിൽക്കുന്ന ഒരു സമയത്ത് മഹാനായ ഖലീലുല്ലാഹി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനം, ഇന്ന
ബുറാഅ മിൻകും വബിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരൊക്കെ ആരാധിക്കുന്നുവോ അവരെയൊക്കെ ഞാൻ ഇതാ ഒഴിഞ്ഞിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു. അവരെ ആരാധിക്കാൻ എന്നെ കിട്ടുകയില്ല. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അല്ലാഹു അല്ലാത്ത ഒന്നിനെയും ഞാൻ ആരാധിക്കുകയില്ല എന്നുള്ള ഏറ്റവും ഉജ്ജ്വലമായ സന്ദേശമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തെ പഠിപ്പിച്ചതെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ഒരു ആദർശമാണ് ഈദുൽ അദ്ഹയുടെ ഒന്നാമത്തെ സന്ദേശമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ആദർശം പറഞ്ഞ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതിന്റെ പേര് ലഭിച്ചത് പൂമാലകളായിരുന്നില്ല, പട്ടുമത്തകളായിരുന്നില്ല, കയ്യടികളായിരുന്നില്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഖാലു ഹർരിഖു വൻസുറു ആലിഹത്തുകും, അതെ അഗ്നികുണ്ഡാരങ്ങളായിരുന്നു. അഗ്നികുണ്ഡാരത്തിലേക്ക് എറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞത് ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഇബ്രാഹിം നബിയുടെ ഖലീലുള്ളയുടെ ആദർശത്തെ നെഞ്ചിലേറ്റാൻ നമ്മൾ ഒരുക്കമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ ഈദുൽ അദ്ഹ നമ്മളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് പടച്ച റബ്ബല്ലാത്ത ഒന്നിനോടുമുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഒരു സൃഷ്ടിയോട് നമ്മൾ തേടരുത്. ഒന്നിന്റെയും മുമ്പിൽ നമ്മൾ കുമ്പിടരുത്. കബറിടങ്ങൾ കെട്ടി ഉയർത്തരുത്. അവിടെ പട്ടുകൊണ്ട് മൂടരുത്. അവിടെ വിളക്ക് കത്തിക്കരുത്. ഐക്കല്ലുകളും ഏലസുകളും ശരീരത്തിൽ ബന്ധിക്കരുത്. ശകനം നോക്കരുത്. പടച്ചിറപ്പിനല്ലാതെ ബലിയർക്കരുത്. പടച്ചിറപ്പിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യരുത്. റാത്തീബുകളുടെ മൗലൂദുകളുടെ പിന്നാലെ നമ്മൾ പോകരുത്. അതെ, തെളിമയാർന്ന സുന്ദരമായ കറകളഞ്ഞ ഈ തൗഹീദിന്റെ ആദർശം, ആ തൗഹീദിന്റെ ആദർശം നെഞ്ചോട് ചേർത്തുകൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, നമ്മൾ മുസ്ലിങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെ വിളിച്ച പേര് യാ അയ്യുഹല്ലദീന ആമനു, അല്ലെ വിശ്വാസികളെ എന്നാണ്. നമ്മുടെ റബ്ബ് എന്നാണ്, നമ്മുടെ വേദഗ്രന്ഥം എന്നാണ്, നമ്മുടെ കിബല എന്നാണ്, നമ്മുടെ പ്രവാചകൻ എന്നാണ്. പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, മുസ്ലിം സമൂഹം ഒന്നാണോ? അവർ ഒന്നിച്ചു നിൽക്കുന്നവരാണോ? അല്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ ലഭിക്കുന്ന മറുപടി. വ്യത്യസ്ത കക്ഷികളായി, വിഭാഗീയതയുടെ ആളുകളായി പലപ്പോഴും മുസ്ലിം സമൂഹം മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് പലരുടെയും അവസ്ഥ? ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ സാധിക്കുന്നില്ല. സലാം പറഞ്ഞാൽ സലാം പറയാൻ പലർക്കും സലാം മടക്കാൻ സാധിക്കുന്നില്ല. പരസ്പരം പിണങ്ങി തൊലാഖിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഭാര്യയും ഭർത്താവിനെയും നമുക്ക് കാണാൻ സാധിക്കും. ജ്യേഷ്ഠന്മാരെയും അനുജന്മാരെയും തെറ്റി നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന ജ്യേഷ്ഠന്മാരെയും അനുജന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. പരസ്പരം മുഖത്തോട് മുഖം നോക്കാത്ത ബാപ്പയെയും ഉമ്മയെയും നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. തമ്മിൽ വർഷങ്ങളായി മിണ്ടാത്ത ബന്ധുമിത്രാദികൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത്, തെറ്റി നിൽക്കുന്നത്? കാരണങ്ങൾ അറിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. അതെ, ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി അല്ല, ഒരു ചാൺ ഭൂമിക്ക് വേണ്ടി പരസ്പരം തെറ്റി നിൽക്കുന്നവരുണ്ട്. നിസ്സാര വിഷയങ്ങളുടെ പേരിൽ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒട്ടും താഴാൻ സാധിക്കാത്ത ദുനിയാവിലെ ആ ഒരു മനസ്ഥിതിക്ക് വേണ്ടി ഒരിക്കലും താഴ്ന്നു കൊടുക്കാത്ത തന്റെ മനസ്സ്, ആ മനസ്സിന്റെ ഒറ്റ കാരണത്താൽ പരസ്പരം പലരും പിണങ്ങി നിൽക്കുകയാണ്, തെറ്റി നിൽക്കുകയാണ്. അതുകൊണ്ട് തെറ്റി നിൽക്കുന്നവരെ, പിണങ്ങി നിൽക്കുന്നവരെ, ബന്ധം മുറിച്ചവരെ കേട്ടോ, നമ്മുടെ നേതാവ് അസ്ഹബുൽ ഹൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിശക്തമായ വാചകം, വയഹില്ലു വലാ യഹില്ലു ലാ യഹില്ലു ലിമുസ്ലിമിൻ അയ്യഹ്ജുറ അഹാഹു ഫൗക സലാസ്. നീ ഒരു മുസ്ലിം ആണെങ്കിൽ തന്റെ സഹോദരനുമായി 3 ദിവസത്തിൽ കൂടുതൽ നീ പിണങ്ങി നിൽക്കാൻ പാടില്ല. അങ്ങനെ പിണങ്ങി നിൽക്കുമ്പോഴാണ് ഫമൻ ഹജറ ഫൗക സലാസ് ദഖലൻ നാർ. അങ്ങനെ നീ പിണങ്ങി നിൽക്കുമ്പോഴാണ് മലക്കുൽ മൗത്ത്, മരണം നിന്നെ തേടിയെത്തുന്നതെങ്കിൽ നീ നരകത്തിലാണ് എന്നുള്ളതാണ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒന്നിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ? പരസ്പരം ചേരാനുള്ള മനസ്സ് നമുക്കുണ്ടോ? ബന്ധങ്ങൾ നമുക്ക് ചേർക്കാനുള്ള മനസ്സുണ്ടോ? എന്നാലേ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ബന്ധം മുറിക്കുന്നവരാണെങ്കിൽ നമ്മളുമായി റബ്ബ് സുബ്ഹാനഹു വ തആലയും ബന്ധം മുറിക്കുമെന്നാണ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ നമസ്കാരവും, നമ്മുടെ നോമ്പും, നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഇണക്കമുള്ള മനസ്സിന്റെ ഉടമകളായി നമുക്ക് മാറാൻ സാധിക്കണം. അതുകൊണ്ട് ഒന്ന് ഫോൺ ചെയ്തിട്ടെങ്കിലും, ഒന്ന് സന്ദർശിച്ചിട്ടെങ്കിലും ബന്ധങ്ങൾ വിളക്കി ചേർക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ മനസ്സുകൾ ഒന്നിക്കട്ടെ, ഹൃദയങ്ങൾ അടുക്കട്ടെ, ആ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ പുഞ്ചിരി വിടരട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട ഉപ്പമാരോട്,
സഹോദരിമാരോട് വളരെ ഗൗരവത്തിൽ സൂചിപ്പിക്കട്ടെ, ലജ്ജ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പലപ്പോഴും നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോവുകയാണ്. ആ മക്കൾക്ക് ദീനിന്റെ വിദ്യാഭ്യാസം കൊടുക്കാൻ, അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പലർക്കും സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ചില കാഴ്ചകളുണ്ട്. ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണും പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണും ലോകത്ത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അതിശക്തമായി ശപിച്ച, റബ്ബിന്റെ പ്രവാചകന്റെ ശാപതാപ കോപങ്ങൾക്ക് വിധേയമാകുന്ന വസ്ത്രധാരണങ്ങളാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മുടെ പെൺകുട്ടികളെ പലരും തട്ടം വലിച്ചെറിയുകയാണ്, മുടി ക്രോപ്പ് ചെയ്യുകയാണ്, ജീൻസിന്റെയും ടോപ്പിന്റെയും സംസ്കാരത്തിലേക്ക് അവർ തിരിച്ചു പോവുകയാണ്. കോസ്മെറ്റിക് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വല്ലാത്ത ഒഴുക്കാണ് ഇന്നിന്റെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടി പോലും ചുണ്ടുചോപ്പിച്ച് ചായം തേച്ച് കടന്നു വരുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നിന്റെ സമൂഹം മാറിയെങ്കിൽ ആണേതാണ് പെണ്ണേതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വ്യതിരക്തതകൾ ഇല്ലാതെയാകുന്ന ഒരു കാലഘട്ടത്തിൽ ചാറ്റിങ്ങിന്റെ, മിംഗ്ലിങ്ങിന്റെ, DJ പാർട്ടികളുടെ സംസ്കാരം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് പെൺകുട്ടികൾ വിളിച്ചു പറയുന്നു, ഞങ്ങൾക്ക് വിവാഹം വേണ്ട, അത് പഴഞ്ചനാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിൽ LGBTQ-വിന്റെ ഏറ്റവും വൃത്തികെട്ട ആശയം, ലിബറലിസത്തിന്റെ ഏറ്റവും വൃത്തികെട്ട ആശയം, നിരീശ്വരവാദത്തിന്റെയും നിർമ്മതവാദത്തിന്റെയും ഏറ്റവും വൃത്തികെട്ട ആശയങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ തിരിച്ചറിയുക, വല്ലാത്തൊരു അപകടത്തിലേക്കാണ് ഇന്നിന്റെ തലമുറ കടന്നു പോകുന്നത്. ഇരുലോകവും നഷ്ടപ്പെടുത്തുന്ന വല്ലാത്ത അപകടത്തിലേക്കാണ് ഈ പോക്ക്. അതുകൊണ്ട് തടിക്കേണ്ടവർ നമ്മളാണ്, തിരുത്തേണ്ടവർ നമ്മളാണ്. ആ തിരുത്തൽ സ്നേഹത്തോടു കൂടിയായിരിക്കണം, ദീനും ധരിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് അവരെ തിരുത്തേണ്ടത്. അതുകൊണ്ട് ചേർത്ത് പിടിക്കുക. നാളെ റബ്ബിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടവരാണ് ഓരോ ഉമ്മമാരും, ഓരോ ഉപ്പമാരും. അതുകൊണ്ട് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക, അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തിരിച്ചറിവിന്റെ വിദ്യാഭ്യാസം അവർക്ക് നൽകുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ ഈദ്ഗാഹിൽ വന്ന പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് എനിക്ക് ഇനി സംസാരിക്കാനുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ പ്രത്യേകമായി പരിഗണിച്ചിരുന്നു. നമ്മുടെ നേതാവ് പറഞ്ഞ വളരെ ഗൗരവമുള്ള ഒരു വാചകം എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്തിഅതു ഫിന്നാർ, എനിക്ക് നരകം കാണിക്കപ്പെട്ടു. ആ നരകത്തിൽ ഒരുപാട് സഹോദരിമാരെ, ഉമ്മമാരെ കാണാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത് സഹോദരിമാരോടുള്ള, ഉമ്മമാരോടുള്ള സ്നേഹത്തിന്റെ ഭാഷയാണ്. ഒരു സഹോദരിയും ഒരു മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആരും നരകത്തിലേക്ക് പോകരുത് എന്നുള്ള താക്കീതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കാരണങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു. യക്ഫുറുൽ അശീർ, സ്വന്തം ഇണയോടുള്ള നന്ദികേട് അതിനുള്ള ഒരു കാരണമാണ്. കടമകളിലും കടപ്പാടുകളിലും വരുന്ന വീഴ്ച അതിനുള്ള ഒരു കാരണമാണ്. ശാപപ്രാർത്ഥന വർദ്ധിപ്പിക്കൽ അതിനുള്ള ഒരു കാരണമാണ്. വസ്ത്രധാരണം മറ്റൊരു കാരണമാണ്. അതുകൊണ്ട് നമ്മൾ അറിയുക, നമ്മൾ ധരിക്കുന്ന ഹിജാബ് അത് കേവലം ഒരു തുണിക്കഷ്ണമല്ല. അത് തഖ്വയുടെ വസ്ത്രമാണ്, വിശുദ്ധിയുടെ വസ്ത്രമാണ്, അത് പരിശുദ്ധിയുടെ വസ്ത്രമാണ്. റബ്ബിന്റെ കൽപ്പനയാണ്, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, നിങ്ങളുടെ മാരടത്തിലൂടെ അതിനെ താഴ്ത്തിയിടണമെന്നാണ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ ആയത്തോതി നമ്മെ പഠിപ്പിച്ചതെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണകൂടം പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു നമ്മുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞാൽ, നമ്മുടെ ഇണ പറഞ്ഞാൽ, നമ്മുടെ ബന്ധുക്കാർ പറഞ്ഞാൽ, നാട്ടുകാർ പറഞ്ഞാൽ, വീട്ടുകാർ പറഞ്ഞാൽ അഴിച്ചു വെക്കേണ്ടതല്ല ആ ഹിജാബ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മറിച്ച് ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട തഖ്വയുടെ വസ്ത്രമാണ്, നിയമമാണ് ഹിജാബ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ആ ഹിജാബ് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തിൽ മഹദി ഹാജറ ബീവിയുടെ ഏറ്റവും ഉജ്ജ്വലമായ ജീവിതാദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കണം. അല്ലാഹു അമറക ബിഹാദാ, റബ്ബ് കൽപ്പിച്ചിട്ടാണോ? ഇബ്രാഹിം നബിയോട് ചോദിക്കുന്ന ചോദ്യം, അങ്ങ് ഞങ്ങളെ ഈ വിജനമായ പ്രദേശത്ത് കൊണ്ട് ഉപേക്ഷിച്ചത്, എന്നാൽ ഇതല്ല യുളയ്യുന, ഞങ്ങളെ ഞങ്ങളുടെ റബ്ബ് ഒരിക്കലും കൈവെടിയുകയില്ല എന്ന് പ്രഖ്യാപിച്ച ഹാജറ ബീവിയുടെ ഈമാനിലേക്ക് തിരിച്ചു പോകാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. എന്നിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, നമുക്ക് എവിടെയും കേൾക്കാൻ സാധിക്കുന്നത് ലഹരിയെ കുറിച്ചുള്ള ചർച്ചയാണ്. പല മക്കളും ഇന്ന് ലഹരിയുടെ പിടിയിലാണ്, പല യുവാക്കളും ഇന്ന് ലഹരിയുടെ പിടിയിലാണ്, അതിന്റെ കെണിയിലാണ്, തിരിച്ചു വരാനാകുന്നില്ല. പലർക്കും തിരിച്ച് കരകയറാനാകാത്ത ഒരു സാഹചര്യം. പലരും ഇന്ന് വിഭ്രാന്തിയിലാണ്. ലഹരി കിട്ടാൻ വേണ്ടി ക്രൂരമായ കൊലപാതകങ്ങൾ പോലും നടത്തുന്ന വാർത്തകൾ
ഇന്നിന്റെ കാലഘട്ടത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. പല ഉമ്മമാരും പറയുന്ന ഒരു വാചകമുണ്ട്, അവനെ പേടിച്ചിട്ട് എനിക്കൊന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഉമ്മമാർ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേവലം ഒരു 25 പൈസ നാണയത്തിന്റെ വട്ടത്തിലുള്ള ഒരു വസ്തു തന്റെ ശരീരത്തിൽ ഒട്ടിച്ചു വെച്ചാൽ 24 മുതൽ 48 വരെ മണിക്കൂർ തന്റെ ശരീരത്തിൽ ലഹരി ലഭിക്കുന്ന വസ്തുക്കൾ ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലഹരി വലിച്ചും ലഹരി ഉപയോഗിച്ചും സ്വയം ഇല്ലാതെയാകുന്ന മനുഷ്യരോട് പരിശുദ്ധ ഇസ്ലാമിന് പറയാനുള്ളത്, ഉമ്മുൽ ഹബായിസ്, സകല തിന്മകളുടെയും മാതാവാണ് ലഹരി. മിഫ്താഹു കുല്ലി ശർരിൻ, സകല തിന്മകളുടെയും താക്കോലാണ് ലഹരി. മാ അസ്കറ കസീറുഹു വഖലീലുഹു ഹറാം, അത് കുറച്ചാകട്ടെ കൂടുതലാകട്ടെ അത് നിഷിദ്ധമാണ്, ഹറാമാണ് എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്നത്. അതിനാൽ ലഹരിയിലേക്ക് അടിക്കരുത്, ലഹരിയിലേക്ക് സമീപിക്കരുത് എന്ന് ഇസ്ലാം മുഴുവൻ മനുഷ്യരോട് പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം ഒടുങ്ങാതിരിക്കാൻ ലഹരി തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൽ ലോകത്ത് പഠിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ലഹരിയിൽ നിന്നുള്ള മോചനം നമ്മൾ ചൊല്ലിയ തക്ബീറാണ്, അല്ലാഹു അക്ബറാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീയാണ് എനിക്ക് ഏറ്റവും വലിയ, എന്റെ ഈ ലോകത്തുള്ള സകല വസ്തുക്കളെക്കാളും, എന്റെ മാതാപിതാക്കളെക്കാളും, എന്റെ മക്കളെക്കാളും, എന്റെ കച്ചവടങ്ങളെക്കാളും, എന്റെ ബിസിനസ്സിനെക്കാളും, എന്റെ ആസ്വാദനങ്ങളെക്കാളും, ഞാൻ ഇന്ന് ഈ ലോകത്ത് വലുതായി കാണുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ ആ മുഴുവൻ വസ്തുക്കളെക്കാളും അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവനെന്ന പ്രഖ്യാപനം അത് തന്നെയാണ് പരിഹാരം. ആ പരിഹാരത്തിലേക്ക് തിരിച്ചു പോകാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ചില ആളുകൾ വിളിച്ചു പറയുന്നു, ജീവിതം ഒന്നേ ഉള്ളൂ, അത് പരമാവധി ആസ്വദിക്കുക. മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ റൈറ്റ്. എന്റെ ജീവിതം അതെന്റെ ചോയ്സ് ആണ്, എന്റെ തെരഞ്ഞെടുപ്പാണ്. ഞാൻ ഇഷ്ടമുള്ളത് കാണും, ഇഷ്ടമുള്ളത് ചെയ്യും, എന്നെ ആരും തടയാൻ വരേണ്ടതില്ല എന്ന് പറയുന്ന ആധുനിക യുവതികളുടെ വർത്തമാനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങൾ അവർ പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിലെ ലിബറൽ ചിന്താഗതികളാണ്. നിരീശ്വരവാദം, നിർബന്ധ പ്രസ്ഥാനം, ലോകത്തിന്റെ സൃഷ്ടാവിനെ തള്ളിപ്പറയുന്ന, പടച്ചിറപ്പിനെ തള്ളിപ്പറയുന്ന, സകല മാനവിക മൂല്യങ്ങളിൽ തള്ളിപ്പറയുന്ന ലിബറൽ ചിന്താഗതികൾ ചില ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വന്നതാണ്. ഇത്തരത്തിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഇഷ്ടമുള്ളത് കാണും, ഇഷ്ടമുള്ളത് കേൾക്കും, ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുമെന്ന് അവരെ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അവർ പറയുന്നത് ഉമ്മയെന്ന് നോക്കേണ്ടതില്ല, സഹോദരി എന്ന് നോക്കേണ്ടതില്ല, ഏത് വൃത്തികേടുകളും ഞങ്ങൾ ചെയ്യുമെന്ന് പറയുന്ന ഏറ്റവും പിഴച്ച വൃത്തികെട്ട ഒരു ആദർശത്തിലേക്കാണ് ലിബറലിസം സമൂഹത്തെ വിളിക്കുന്നത്. അതുകൊണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ എന്ന വിഡ്ഢിത്തം പറയുന്നവരോട് പരിശുദ്ധ ഇസ്ലാമിന് പറയാനുള്ളത്, ജീവിതം ഒന്നല്ല, മറിച്ച് 2 ജീവിതമുണ്ട്. ഒരു അണുമണി തൂക്കമാണ്, കടുകിന്റെ അത്രയാണ് നീ നന്മ ചെയ്തതെങ്കിൽ അത് കൊണ്ടുവരപ്പെടുന്ന ഒരു ലോകമുണ്ട്. ഒരു അണുമണി തൂക്കം നന്മയാകട്ടെ തിന്മയാകട്ടെ അത് കൊണ്ടുവരപ്പെടുന്ന ഒരു ലോകമുണ്ട്. കൊമ്പില്ലാത്ത ഒരാടിനെ കൊമ്പുള്ള ഒരാട് ഉപദ്രവിച്ചാൽ അതിന് പ്രതിക്രിയ ചെയ്യുന്ന, അവിടെ പോലും നീതി നടത്തുന്ന ഒരു ലോകം കടന്നു വരാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം നമ്മുടെ അധീനതയിലല്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തഖിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ലോകത്തിന്റെ സട്ടാവിനോട്, പടച്ചറപ്പിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ, എന്റെ കണ്ണൊന്ന് അടച്ചു തുറക്കുന്ന സമയം പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത് എന്നാണ്. അപ്പോൾ നമ്മുടെ കണ്ണൊന്ന് അടച്ചു തുറക്കുന്ന സമയം പോലും സ്വന്തം കാര്യം ഏറ്റെടുത്ത് നടത്താൻ കഴിയാത്തത്ര ദുർബലനാണ് മനുഷ്യൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എമ്പാടും ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിനയാന്വിതരാവുക, സൃഷ്ടാവിലേക്ക് ഖേദിച്ചു മടങ്ങുക. അങ്ങനെ യഥാർത്ഥ റബ്ബിന്റെ വിനയാന്വിതരായ അടിമകളായി തീരാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇസ്ലാമിലെ ജിഹാദ് വീണ്ടും ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചില വൃത്തികെട്ട നാവുകൾ, മലീമസമായ നാവുകൾ ഇസ്ലാമിലെ ജിഹാദിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം പഠിപ്പിച്ച, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു ജിഹാദുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ജിഹാദുണ്ട്. അത് ആർദ്രതയുടെ ജിഹാദാണ്, അത് അലിവിന്റെ ജിഹാദാണ്, അത് കാരുണ്യത്തിന്റെ ജിഹാദാണ്, അത് സ്വന്തം മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന ജിഹാദാണ്, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്ന ജിഹാദാണ്, വിശക്കുന്നവന്റെ പ്രയാസം മാറ്റുന്ന, വിശപ്പകറ്റുന്ന ജിഹാദാണ്. ആ ജിഹാദിലേക്കാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രേമത്തിന്റെ ജിഹാദ് നമുക്ക് കാണുക സാധ്യമല്ല, ഒരു നാർക്കോട്ടിക്കിന്റെ ജിഹാദ് നമുക്ക് അവിടെ കാണുക സാധ്യമല്ല, മറ്റുള്ളവന്റെ മേൽ കത്തിവെക്കുന്ന, വാളുവെക്കുന്ന ഒരു ജിഹാദ് പരിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ ജിഹാദിനെ തെറ്റിദ്ധരിച്ചവരോട് പഠിക്കാൻ തയ്യാറാകണമെന്നാണ്
പരിശുദ്ധ ഇസ്ലാമിന് സൂചിപ്പിക്കാനുള്ളത്. ഇസ്ലാം എന്നുള്ളത് മാനവികതയുടെ ദർശനമാണ്. ഇസ്ലാമിൽ വെളുത്തവനെന്ന കറുത്തവനെന്ന വേർതിരിവില്ല. അതേപോലെ പണക്കാരനെന്നും പണിക്കാരനെന്നുമുള്ള വേർതിരിവ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് കാണാൻ സാധ്യമല്ല. അതേപോലെ പരിശുദ്ധ ഇസ്ലാം മാനവികതയുടെ ഉജ്ജ്വലമായ ദർശനമാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ ലോകത്തിന്റെ സൃഷ്ടാവ് ഒരാണിൽ നിന്ന് പെണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. വ്യത്യസ്ത നിറക്കാരാക്കിയത്, ഗോത്രക്കാരാക്കിയത്, വ്യത്യസ്ത വർണ്ണക്കാരാക്കിയത്, വ്യത്യസ്ത രാജ്യങ്ങളിൽ വസിക്കുന്നവരാക്കി മാറ്റിയത് അവർ സമ്പത്തിന്റെ പേരിൽ, തറവാടിന്റെ പേരിൽ തെരുമ നടിക്കാനല്ല, അതേപോലെ പോരിശ നടിക്കാനല്ല, മറിച്ച് തിരിച്ചറിവിന് വേണ്ടിയാണ്. എല്ലാവരും ഒരേ നിറക്കാരാണെങ്കിൽ മനുഷ്യരെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകും. മനുഷ്യരുടെ തിരിച്ചറിവിന് വേണ്ടിയാണ്, തിരിച്ചറിയാൻ വേണ്ടിയാണ്, ഐഡന്റിറ്റിക്ക് വേണ്ടിയാണ് ഈ വൈവിധ്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ തറവാട് കൊണ്ട്, നിങ്ങളുടെ മറ്റുള്ള എല്ലാവിധ ക്രെഡിറ്റുകൾ കൊണ്ടും ഒരിക്കലും അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് സ്ഥാനമില്ല, മാനമില്ല. മറിച്ച് തഖ്വയുള്ള ഒരു മനസ്സുണ്ടോ അതാണ് നിങ്ങൾക്ക് രക്ഷയുണ്ടാവുക എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അത് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ചുവെങ്കിൽ ലാ ഫളല ലി അറബിയ്യും വലാ അജമിയ്യ, അറബിക്ക് അറബിയേക്കാളോ വെളുത്തവരെ കറുത്തവരെക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ. അതെ, ആ തഖ്വ നമ്മുടെ മനസ്സിലുണ്ടോ അത് ജീവിതം മുഴുവൻ ഉണ്ടാകണം. തഖ്വയുടെ ആളുകളായി നമ്മൾ നേരണം, നമ്മൾ മാറണം. അതുകൊണ്ട് അറബിയായ അബൂബക്കറിനെയും അനറബിയായ സൽമാനെയും ഉടമയായ ഉമറിനെയും അടിമയായ ബിലാലിനെയും പണക്കാരനായ ഉസ്മാനെയും പണിക്കാരനായ യാസിനെയും വെളുത്തവനായ അലിയെയും കറുത്തവനായ സയ്യിദിനെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ ഒരേ മാലയിലെ മുത്തുമണികളെ പോലെ കോർത്തിണക്കിയ വിശ്വസാഹോദര്യത്തിന്റെ ഈ ദർശനം, അതെ, ഒരേ ഒരു ജനത, ഒരൊറ്റ ദൈവം, ഒരേ ഒരു ജനത, ഒരൊറ്റ ആദർശം എന്നുള്ള ഈ പ്രൗഢോജ്ജലമായ സന്ദേശത്തിലേക്കാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ ക്ഷണിക്കുന്നതെങ്കിൽ ആ ആദർശത്തിലേക്ക് തിരിച്ചു പോകാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണ്, ആനന്ദിക്കാനുള്ളതാണ്, ഒരു സംശയവുമില്ല. പക്ഷേ പലപ്പോഴും ദൂരത്തിന്റെ പൊങ്ങച്ചത്തിന്റെ വേദികളായി പെരുന്നാൾ ദിനങ്ങൾ മാറുന്ന വേദനാജനകമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകൾ പട്ടിണി കിടക്കുമ്പോ ഭക്ഷണം നഷ്ടപ്പെടുത്തുന്ന, ആ ഭക്ഷണം നഷ്ടപ്പെടുത്തുന്ന, പാഴാക്കുന്ന കാഴ്ച നാളെ റബ്ബിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ഈദ്ഗാഹിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയാൽ പലപ്പോഴും ഈദ് സ്പെഷ്യൽ പ്രോഗ്രാമുകൾ എന്ന് പേരിട്ട് നൂറുകണക്കിന് പിശാചിന്റെ ചതിക്കുഴികൾ നമ്മളെ മാടി വിളിക്കും. പെരുന്നാളിന്റെ വീര്യം കളയാൻ, നമ്മുടെ തഖ്വയെ ഊട്ടിയെടുക്കാൻ പല രൂപത്തിലുള്ള പരിശ്രമങ്ങൾ, പിശാച് വ്യത്യസ്തങ്ങളായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വേണം. അതുകൊണ്ട് സൂക്ഷിക്കുക, പിശാചിനെ സൂക്ഷിക്കുക, തഖ്വയോടുകൂടി മുന്നോട്ട് പോവുക. പെരുന്നാൾ സുദിനം ബന്ധങ്ങൾ പുതുക്കാനുള്ള സുദിനമാണ്. സന്ദർശിക്കുക, ആരെയൊക്കെ സന്ദർശിക്കാൻ സാധിക്കുമോ സന്ദർശിക്കുക, രോഗികളെ സന്ദർശിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ പുണ്യം നേടാനുള്ള അവസരമായി ഈ ഈദിന്റെ സുദിനത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ബലി എന്നുള്ള ഏറ്റവും മഹത്തായ ഒരു കർമ്മം ഇവിടെ കടന്നു വരാനിരിക്കുന്നു. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ബലിമാംസത്തിൽ നിന്ന് കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്. അവിടെ എപ്പോഴും മാനവികതയുടെ അധ്യാപനങ്ങളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒന്നിലധികം മൃഗങ്ങളെ ബലിയർക്കുകയാണെങ്കിൽ ഒരു മൃഗത്തെ അറുത്തതിന് ശേഷം കത്തിക്ക് വീണ്ടും മൂർച്ച കൂട്ടണമെന്ന് പഠിപ്പിച്ച അധ്യാപനമാണ് പരിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മൃഗത്തിന്റെ മുന്നിൽ വെച്ച് മറ്റൊരു മൃഗത്തെ ബലിയർക്കരുത് എന്നുള്ള മാനവികതയുടെ പാഠമാണ് അവിടെ പോലും പരിശുദ്ധ ഇസ്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം സ്വതക്കയുടെ ദിവസമാണ്. പരമാവധി ഇന്നത്തെ ദിവസം സ്വതക്കകൾ വർദ്ധിപ്പിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ ശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാം, പശ്ചിമേഷ്യ യുദ്ധഭീതി ഒഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ മനുഷ്യത്വം മരവിച്ച ഒട്ടേറെ കൂട്ടങ്ങൾ, അധികാര കൊതിമൂറ്റ ജൂതന്മാരും സയനിസ്റ്റുകളും ഫാസിസ്റ്റുകളും ഉറഞ്ഞു തുള്ളുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ശത്രുക്കൾക്കെതിരെ നമ്മൾ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം. അല്ലാഹുവേ, അത്തരത്തിലുള്ള മുഴുവൻ ശത്രുക്കളുടെയും കുതന്ത്രങ്ങളെ റബ്ബേ ഈ തകർത്ത് കളയണമേ. അല്ലാഹു ആ രൂപത്തിൽ അവിടെ തന്ത്രങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല തകർത്ത് കളയുമാറാവട്ടെ. അല്ലാഹു നാടിൽ സമാധാനത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നമ്മൾക്കറിയാം പെരുന്നാളാണ്. എന്നാൽ 5 പെരുന്നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ്. ഏതൊക്കെയാണ് 5 പെരുന്നാൾ? ലിൽ മുഅ്മിനി ഹംസത്തു അയ്യാദ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 5 പെരുന്നാളുകളുണ്ട്. കുല്ല യൗമിൻ യമറു അലൽ മുഅ്മിനി വലാ യക്തുബു അലൈഹി ദംബുൻ
ഓരോ ദിവസവും നമ്മുടെ ബെഡിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ ഇന്നൊരു തെറ്റ് പോലും വന്നിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലെ ഈദാണ്, പെരുന്നാളാണ്. ഈ ലോകത്ത് നിന്ന് ഈമാനോടുകൂടി മരിച്ചു പോകാൻ സാധിക്കുക എന്നുള്ളത് രണ്ടാമത്തെ പെരുന്നാളാണ്. അതേപോലെ തന്നെ സിറാത്ത് പാലം ഏറ്റവും സുരക്ഷിതമായി കടക്കാൻ സാധിക്കുക, അതേപോലെ തന്നെ ഈ ഖിയാമത്ത് നാളിലെ ഭയാനതകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു ജീവിതം നയിക്കുക എന്നുള്ളത് മൂന്നാമത്തെ പെരുന്നാളാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നാലാമത്തെ പെരുന്നാൾ. നമ്മളെ സൃഷ്ടിച്ച കാരുണ്യവാനായ കരുണാനിധിയായ റബ്ബിനെ, ആ റബ്ബിനെ നമ്മുടെ കണ്ണ് കുളിർക്കെ നോക്കി കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അഞ്ചാമത്തെ ഈദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 5 പെരുന്നാളിന്റെയും ഉടമകളാക്കി നമ്മളെ മാറ്റുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്രാഹിമേ, ഈ പടച്ച റബ്ബിന് കീഴ്പ്പെടുക എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതികരണം അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ എന്റെ റബ്ബിന് പരിപൂർണമായി കീഴൊതുങ്ങിയിരിക്കുന്നു, യഥാർത്ഥ പരിപൂർണ മുസ്ലിമാകണം എന്നുള്ളതാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് കാണാം. ഖലീലുക എന്ന സ്ഥാനം ലഭിച്ച് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, ലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. അല്ലാഹുവേ, നിന്റെ കോടതിയിലെത്തുമ്പോൾ നീ എന്നെ അപമാനിക്കരുത്, നിന്ദിക്കരുത് റബ്ബേ എന്ന് ഇബ്രാഹിം നബി പോലും പ്രാർത്ഥിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ, ആ പരലോകത്ത് നമ്മൾ ഭയപ്പെടുക. അതുകൊണ്ട് സമ്പൂർണ്ണ മുസ്ലിമായി നമ്മൾ മാറുക. റമദാൻ വരുമ്പോൾ മാത്രമുള്ള മുസ്ലിം, പെരുന്നാളിന് മാത്രം മുസ്ലിം, വെള്ളിയാഴ്ച മാത്രമുള്ള മുസ്ലിം അല്ല, മറിച്ച് സമ്പൂർണ്ണ മുസ്ലിമായി മാറാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാം മുസ്ലിങ്ങളുമൊക്കെ കേവലം കാനേശുമാരിയുടെ കോളകളിൽ ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ശിർക്കിന്റെയും കുഫറിന്റെയും ഒക്കെ ആളുകൾ ആ വഴിപിടിച്ച ആദർശത്തിലേക്ക് ആളുകൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ, ലിബറൽ ചിന്തകൾ പലരെയും സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമും മുസ്ലിങ്ങളും ഒക്കെ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെ കേവലം നാമധാരികളായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യൂശക്കൽ ഉമം, ഒരു കാലഘട്ടം കടന്നു വരാനുണ്ട്. ആ കാലഘട്ടം കടന്നു വന്നാൽ വിശന്നവന്റെ മുന്നിൽ ഒരു ഭക്ഷണത്തളിക വെച്ചാൽ ആ ഭക്ഷണത്തളികയിലേക്ക് മനുഷ്യൻ ഏറ്റവും അധികം ആർത്തിയോടുകൂടി കടന്നു പോകുന്ന പോലെ ഈ സമൂഹം പീഡിപ്പിക്കപ്പെടുന്ന, മർദ്ദിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കടന്നു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹാബത്ത് ചോദിച്ചു, ഞങ്ങൾ അന്ന് എണ്ണത്തിൽ കുറവായിരിക്കുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി അല്ല, ബൽ അൻതും കസീറുൻ, അന്ന് നിങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കില്ല, നിങ്ങൾ അന്ന് ഭൂരിപക്ഷമായിരിക്കും. പക്ഷേ വലിയ മലവെള്ള പാച്ചിലിൽ ഒലിച്ചു വരുന്ന ചപ്പുകളെ പോലെ, ചവറുകളെ പോലെ വീര്യം നഷ്ടപ്പെട്ട് ഒന്നിനും കൊള്ളാത്തവരായി ദുനിയാവിനെ ഇഷ്ടപ്പെട്ട് മരണത്തെ പേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ അവസാന നിമിഷം വരെ ഇസ്ലാമായി, മുസ്ലിമായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ലോകത്തേക്ക് കടന്നു വന്ന അഖില പ്രവാചകന്മാരും നമുക്ക് നൽകിയ ഒരു വസിയത്തുണ്ട്. ലോകത്തേക്ക് കടന്നു വന്ന അഖില പ്രവാചകന്മാരും നമുക്ക് നൽകിയ ഒരു വസിയത്ത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ വസിയത്ത്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ വസിയത്ത്, മൂസാ നബിയും ഈസാ നബിയും നൽകിയ വസിയത്ത്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്ത്. ആ വസിയത്താണ് ഈ ഈദ്ഗാഹിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ഈ ഈദിന്റെ സന്ദേശമായി നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടത്. ഏതാണ് സകല പ്രവാചകന്മാരും നമ്മെ പഠിപ്പിച്ച വസിയത്ത്? ഇബ്രാഹിം ബനീഹി വ യഅഖൂബ് യാ ബനി ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതെ, സകല പ്രവാചകന്മാരും നമ്മളോട് പറയുന്ന വസിയത്ത് ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു ഈ മതത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ആദർശമായി നിങ്ങൾക്ക് ഇതാ തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്
ഈ ഇസ്ലാം എന്നുള്ള മതം. അതുകൊണ്ട് തന്നെ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ വക്താക്കളായിക്കൊണ്ടല്ലാതെ നമ്മൾ ആരും മരിച്ചു പോകരുതേ, ഈ ലോകത്ത് നിന്ന് വിട പറയരുതേ എന്നുള്ള ലോകത്തിന്റെ പ്രവാചകന്മാർ നൽകിയ വസിയത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ രൂപത്തിൽ ആ വസിയത്തിന്റെ ആളുകളായി ജീവിച്ചു മരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച് ഈദിന്റെ ഈ മഹിതമായ സന്ദേശം നെഞ്ചിലേറ്റി ഒരേ മനസ്സോടെ റബ്ബിനെ വാഴ്ത്തി സ്നേഹം പങ്കുവെച്ച് ആശംസകൾ പങ്കുവെച്ച് പരസ്പരം നന്മകൾ പകർന്നു കൊടുത്ത് നിറഞ്ഞ മനസ്സുമായി പ്രാർത്ഥനാ നിർഭരമായ ഹൃദയവുമായി ഈ ഈദ് മുസ്ലിമിൽ നിന്ന് പിരിഞ്ഞു പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാർ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും പരമകാരണക്കാരായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ.